ലേവ്യ പുസ്തകം 4-ാം അധ്യായം. യഹോവ പിന്നെ മോശെയോട് അരുളി ചെയ്തതെന്ന് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്തെന്നാൽ, ചെയ്തുവെന്ന് യഹോവ കല്പിച്ചിട്ടുള്ള വല്ല കാര്യത്തിലും ആരെങ്കിലും അബദ്ധവശാൽ പിഴച്ച് ആ വക വല്ലതും ചെയ്താൽ, അഭിഷിക്തനായ പുരോഹിതൻ ജനത്തിന്മേൽ കുറ്റം വിധിക്കത്തക്കവണ്ണം പാപം ചെയ്തുവെങ്കിൽ, താൻ ചെയ്ത പാപം നിമിത്തം അവൻ യഹോവയ്ക്ക് പാപയാഗമായ ഊനമില്ലാത്ത ഒരു കാളക്കിടാവിനെ അർപ്പിക്കണം. അവൻ ആ കാളയെ സമാഗമന കൂടാരത്തിൻ വാതിൽക്കൽ യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവന്ന് കാളയുടെ തലയിൽ കൈവച്ചു യഹോവയുടെ സന്നിധിയിൽ കാളയെ അറുക്കണം. അഭിഷിക്തനായ പുരോഹിതൻ കാളയുടെ രക്തം കുറെ എടുത്ത് സമാഗമന കൂടാരത്തിൽ കൊണ്ടുവരണം. പുരോഹിതൻ രക്തത്തിൽ വിരൽ മുക്കി യഹോവയുടെ സന്നിധിയിൽ വിശുദ്ധ മന്ദിരത്തിന്റെ തിരശ്ശീലയ്ക്കു മുൻപിൽ 7 പ്രാവശ്യം തളിക്കണം. പുരോഹിതൻ രക്തം കുറെ യഹോവയുടെ സന്നിധിയിൽ സമാഗമന കൂടാരത്തിലുള്ള സുഗന്ധവർഗ്ഗത്തിൽ ധൂപപീഠത്തിന് കൊമ്പുകളിൽ പുരട്ടണം. കാളയുടെ ശേഷം രക്തം മുഴുവനും സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ ഉള്ള ഹോമയാഗത്തിൻ പീഠത്തിൽ ചുവട്ടിൽ ഒഴിച്ചു കളയണം. പാപയാഗത്തിനുള്ള കാളയുടെ സകല മോദസും, കുടൽ പൊതിഞ്ഞിരിക്കുന്ന മോദസും, കുടലിന്മേലുള്ള സകല മോദസും അതിൽ നിന്നു നീക്കണം. മൂത്രപിണ്ഡവും രണ്ടും അവയുടെ മേൽ കടിപ്രദേശത്തുള്ള മോദസും മൂത്രപിണ്ഡത്തിലൂടെ കരളിന്മേലുള്ള വപയും അവൻ എടുക്കണം. സമാഗമന യാഗപീഠത്തിനുള്ള കാളയിൽ എടുത്തുപോലെ പുരോഹിതർ യാഗപീഠത്തിന്മേൽ അത് ദഹിപ്പിക്കണം. കാളയുടെ തോൽ മാംസം മുഴുവനും, തലയും കാലുകളും കുടലും ചാണകവുമായ കാളയെ മുഴുവനും അവൻ പാളയത്തിനു പുറത്തു വെണ്ണീർ ഇടുന്ന വെടിപ്പുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വിറകിന്മേൽ ഇട്ട് ചുട്ടുകളയണം. വെണ്ണീർ ഇട്ടു വെച്ചു തന്നെ അത് ചുട്ടുകളയണം. ഇസ്രായേൽ സഭ മുഴുവനും അബദ്ധവശാൽ പിഴയ്ക്കുകയും ആ കാര്യം സഭയുടെ കണ്ണിനു മറയ്ക്കുകയും ചെയ്തുവെന്ന് യഹോവ കല്പിച്ചിട്ടുള്ള വല്ല കാര്യത്തിലും അവർ പാപം ചെയ്തതു കുറ്റകരത്തിലും ചെയ്താൽ, ചെയ്ത പാപം അവർ അറിയുമ്പോൾ സഭ ഒരു കാളക്കിടാവിനെ പാപയാഗമായി അർപ്പിക്കണം. സമാഗമന കൂടാരത്തിന് മുമ്പാകെ അതിനെ കൊണ്ടുവന്നിട്ട് സഭയുടെ മൂപ്പന്മാർ യഹോവയുടെ സന്നിധിയിൽ കാളയുടെ തലയിൽ കൈവെക്കണം. യഹോവയുടെ സന്നിധിയിൽ കാളയെ അറുക്കുകയും വേണം. അഭിഷിക്തനായ പുരോഹിതൻ കാളയുടെ രക്തം കുറെ സമാഗമന കൂടാരത്തിൽ കൊണ്ടുവരണം. പുരോഹിതൻ രക്തത്തിൽ വിരൽ മുക്കിയ യഹോവയുടെ സന്നിധിയിൽ തിരശ്ശീലയ്ക്ക് മുൻപിൽ 7 പ്രാവശ്യം തളിക്കണം. യഹോവയുടെ സന്നിധിയിൽ പീഠത്തിന്റെ കൊമ്പുകളിൽ കുറെ പുരട്ടണം. ശേഷം രക്തം മുഴുവനും സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കലുള്ള ഹോമയാഗത്തിന് പീഠത്തിൽ ചുവട്ടിൽ ഒഴിച്ചു കളയണം. അതിന്റെ മേദസ്സും ഒക്കെയും അവൻ അതിൽ നിന്നെടുത്ത് യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം. പാപത്തിനുള്ള കാളയെ അവൻ ചെയ്തതുപോലെ തന്നെ ഈ കാളയും ചെയ്യണം. അങ്ങനെ തന്നെ ഇനിയും ചെയ്യണം. എങ്ങനെ പുരോഹിതൻ അവർക്ക് വേണ്ടി പ്രജായജ്ഞം കഴിക്കണം. എന്നാൽ അത് അവരോട് ക്ഷമിക്കും. പിന്നെ അവർ കാളയെ പാളയത്തിനു പുറത്തു കൊണ്ടുപോയി മുമ്പിലെ കാള ചുട്ടുകളഞ്ഞതുപോലെ ഇതിനെയും ചുട്ടുകളയണം. ഇതു സഭയ്ക്കു വേണ്ടിയുള്ള പാപയാഗം. ഒരു ബ്രാഹ്മണൻ പാപം ചെയ്യുകയും ചെയ്തതെന്നും തന്റെ ദൈവമായ യഹോവ കൽപ്പിച്ചിട്ടുള്ള വല്ല കാര്യത്തിലും അബദ്ധവശാൽ പിഴച്ചു കുറ്റക്കാരനെയും ചെയ്താൽ, അവൻ ചെയ്ത പാപം അവനും ബോധ്യമായി എങ്കിലും അവൻ ഊനമില്ലാത്ത ഒരു ആൺകോലാടിനെ വഴിപാടായി കൊണ്ടുവരണം. അവൻ ആട്ടിന്റെ തലയിൽ കൈവച്ച് യഹോവയുടെ സന്നിധിയിൽ ഹോമയാഗ മൃഗത്തെ അറക്കുന്ന സ്ഥലത്ത് വെച്ച് അതിനെ അറക്കണം. അതൊരു
പാപയാഗം. പിന്നെ പുരോഹിതൻ പാപയാഗത്തിന്റെ രക്തം വിരൽ കൊണ്ട് കുറെ എടുത്ത് ഹോമയാഗപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടി ശേഷം രക്തം ഹോമയാഗപീഠ ചുവട്ടിൽ ഒഴിച്ചു കളയണം. അതിന്റെ മോദസ് ഒക്കെയും അവൻ സമാധാനത്തിന്റെ മോദസ് പോലെ യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം. ഇങ്ങനെ പുരോഹിതൻ അവന്റെ പാപനിമിത്തം അവനു വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. എന്നാൽ അത് അവനോട് ക്ഷമിക്കണം. ദേശത്തെ ജനത്തിൽ ഒരുത്തൻ ചെയ്തതെന്ന് യഹോവ കൽപ്പിച്ചിട്ടുള്ള വല്ല കാര്യത്തിലും അബദ്ധവശാൽ പിഴച്ചു കുറ്റകാര്യത്തിനു തീർക്കാൻ പാപം അവനു ബോധ്യമായെങ്കിലും അവൻ ചെയ്ത പാപനിമിത്തം ഊനമില്ലാത്ത ഒരു പെൺകോലാടിനെ വഴിപാടായി കൊണ്ടുവരണം. പാപയാഗം. മൃഗത്തിന്റെ തലയിൽ അവൻ കൈവച്ചിട്ട് ഹോമയാഗത്തിന്റെ സ്ഥലത്ത് വെച്ചു പാപയാഗ മൃഗത്തെ അറക്കണം. പുരോഹിതൻ അതിന്റെ രക്തം വിരൽ കൊണ്ട് കുറെ എടുത്ത് ഹോമയാഗപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടി ശേഷം രക്തം ഒഴുകുകയും യാഗപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിച്ചു കളയണം. അതിന്റെ മോദസ് ഒക്കെയും സമാധാനയാഗത്തിനു മോദസ് എടുക്കുന്നതുപോലെ എടുത്തു പുരോഹിതൻ യാഗപീഠത്തിന്മേലെ യഹോവയ്ക്ക് സൗരഭ്യവാസനമായി ദഹിപ്പിക്കണം. ഇങ്ങനെ പുരോഹിതർ അവനു വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. എന്നാൽ അത് അവനോട് ക്ഷമിക്കും. അവ പാപയാഗമായി ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ടുവരുന്നത് എങ്കിലും ഊനമില്ലാത്ത പെണ്ണാട്ടിനെ കൊണ്ടുവരണം. പാപയാഗ മൃഗത്തിന്റെ തലയിൽ അവൻ കൈവച്ച് ഹോമമൃഗത്തിനെ അറക്കുന്ന സ്ഥലത്ത് വെച്ച് അതിനെ പാപയാഗമായി അറക്കണം. പുരോഹിതൻ പാപയാഗത്തിന്റെ രക്തം വിരൽ കൊണ്ട് കുറെ എടുത്ത് ഹോമയാഗപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടി ശേഷം രക്തമൊക്കെയും യാഗപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിച്ചു കളയണം. അതിന്റെ മേദസ് ഒക്കെയും സമാധാനയാഗത്തിനിൽ നിന്ന് ആട്ടിൻകുട്ടിയുടെ മോദസ് എടുത്തതുപോലെ അവൻ എടുക്കണം. പുരോഹിതൻ യാഗപീഠത്തിന്മേൽ യഹോവയുടെ ദഹനയാഗങ്ങളെ പോലെ അവയെ ദഹിപ്പിക്കണം. അവൻ ചെയ്ത പാപത്തിനു പുരോഹിതൻ ഇങ്ങനെ പ്രായശ്ചിത്തം കഴിക്കണം. എന്നാൽ അത് അവനോട് ക്ഷമിക്കും.